ലീഡ് ജനറേഷൻ ചെയ്യുന്ന ഏതൊരു ബിസിനസ്സും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ബംഗാളി ലീഡ്സ്, അതുപോലെ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത ലീഡ്സും. ഇതിനൊരു സൊല്യൂഷനായിട്ട് നമുക്ക് റീടാർഗറ്റിംഗ് ഉപയോഗിക്കാം. അതായത് ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് ലഭിച്ച വീഡിയോസ് വാച്ച് ചെയ്തവരെ, ലൈക്ക് ചെയ്തവരെ, ഷെയർ ചെയ്തവരെ, കമന്റ് ചെയ്തവരെ റീടാർഗറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് ലഭിച്ച വീഡിയോസ് ഞാൻ റീടാർഗറ്റിംഗ് ചെയ്യാൻ പോവുകയാണ്. എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് സെല് ചെയ്യണമെങ്കിൽ ഇവരെ റീടാർഗറ്റിംഗ് ചെയ്താൽ മതിയാകും. എന്തായാലും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ താല്പര്യമില്ലാത്ത ആരും തന്നെ ഈ വീഡിയോയിൽ എൻഗേജ്മെന്റ് തരാൻ സാധ്യതയില്ല. അപ്പോൾ എങ്ങനെയാണ് റീടാർഗറ്റിംഗ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. അതിനായി നേരെ ആഡ് മാനേജറിൽ പോവുക. അവിടെ ഓഡിയൻസ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. അവിടെ ഓഡിയൻസിൽ കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുക. അവിടെ വീഡിയോസ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് കിട്ടിയ വീഡിയോസ് സെലക്ട് ചെയ്യുക. നമുക്ക് അവിടെ പീരീഡ് 60 ദിവസം കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എൻഗേജ്മെന്റ് കിട്ടിയ വീഡിയോസ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നിന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആ ഓഡിയൻസിന് ഒരു പേര് നൽകി ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ലീഡ് ജനറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാം. ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ ഓഡിയൻസിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഓഡിയൻസിനെ സെലക്ട് ചെയ്യുക ആഡ് റൺ ചെയ്യുന്നതിന് വേണ്ടി. റീച്ച് കിട്ടിയ അവയർനെസ് വീഡിയോസ് റീടാർഗറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയുള്ള ലീഡ്സ് ജനറേറ്റ് ചെയ്യാം.